ഹലോ, വെൽക്കം ടു ടെഡീസ് ഹെറിഡിറ്ററി ആൻഡ് ട്രഡീഷണൽ കളക്ഷൻസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് പാരമ്പര്യമായിട്ട് നമ്മുടെ പല നാടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല തരത്തിലുള്ള പറകളാണ്. ഈ പറകളൊക്കെ ഓരോരോ സ്ഥലത്ത് പറകളുണ്ട്, പടികളുണ്ട്. അങ്ങനെ ഓരോ സാധനത്തിനെ ഓരോന്നിനും ഞാൻ പരിചയപ്പെടുത്താം. ഇത് മലബാർ ഭാഗത്ത് ഒരു പറയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അളവ് പാത്രമാണ്. അതുപോലെ തന്നെ ചാക്കിനകത്തോട്ട് നെല്ലെടുത്ത് ഇടാനായിട്ട് എളുപ്പമാണിത്. ഇത് മലബാർ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഏകദേശം പാൽവള്ളി എന്ന് പറഞ്ഞ ഒരു ഒരു വള്ളിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു കുടുംബത്തിൻ്റെ പാരമ്പര്യ വസ്തുവായിരുന്നു. അവർ എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതാണിത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിനപ്പുറം തമിഴ്നാടിൻ്റെ പഴയ തമിഴ്നാടിൻ്റെ ഏരിയയിൽ ഉപയോഗിച്ചിട്ടുന്ന മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് പാത്രമാണ്. നെല്ലടക്കം ഉപയോഗിച്ചിട്ടാണ്. ഇതിനകത്ത് ഈ മരത്തിൻ്റെ കമ്പ് ഈ 4 കാലിനകത്തോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മരക്കാൽ എന്ന പേര് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു തടി കൊണ്ടുള്ള ഒരു പറയാണ്. പിന്നെ തൊട്ട് താഴെ 1.5 പറ, ഇരുമ്പിൻ്റെ 1.5 പറയാണത്. പിന്നെ ഇത് ചെമ്പാണ്. ഇത് വളരെ റെയറാണ്. ഇത് തുണ്ടത്തിൽ ജോസഫ് ചേട്ടൻ്റെയാണ് ഇത്. പുള്ളിക്കാരൻ എനിക്കൊരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. നല്ല ചെമ്പാണ്. ഒരുപാട് കാലം 100 വർഷത്തിന് മേൽ പഴക്കമുള്ളതാണ്. അവരുടെ പാരമ്പര്യ സ്വത്താണ്. ഇത് മുഴുവൻ ചെമ്പാണ്, ഒറിജിനൽ ചെമ്പാണിത്. പിന്നെ ഇത് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഒരു പറയാണ്. ഈ പറയുടെ പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുടെ മണ്ടയിൽ നമ്മൾ നെല്ലിട്ടതിന് ശേഷം ഇതുകൊണ്ട് ഇങ്ങനെ വടിക്കുകയാണ് ചെയ്യുന്നത്. വടിച്ചു കഴിയുമ്പോൾ വടിക്ക് താഴെയുള്ള ഭാഗമാണ് ശരിക്കും ഒരു പറ എന്ന് പറയുന്നത്. ഇത് ഇരുമ്പാണ്, ഇത് ബ്രാസാണ്. ഇത് ശരിക്കും ഒരു പറ, ഇത് ബ്രാസാണ്. ഇതതുപോലെ ഇതും ഒരു പറയാണ്. ഇത് തടി കടഞ്ഞ്, ഇത് 2 തടി ഒറ്റ തടി കടഞ്ഞെടുക്കുന്നതാണ്. ഇതും പറയാണ്. ഇത് എടങ്ങഴി അല്ല ചെങ്ങഴി എന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ അരിയൊക്കെ ഇളക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടികളാണ്. ഇതും മലബാറിൻ്റെ തന്നെയാണ്. ഇതും പാൽവള്ളി എന്ന് പറഞ്ഞ മരത്തിൻ്റെയാണ്. ഇത് ഞാൻ കഴിയത് കൊണ്ടാണ് ഇതിൻ്റെ കളറൊക്കെ പോയത്. ഇത് പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് ഏകദേശം ഒരുപാട് പഴക്കമുള്ളതാണ്. ഇതെല്ലാം ഒരുപാട് പഴക്കമുണ്ട്. ഞാനിത് പശയൊക്കെ ഉപയോഗിച്ച് പൊടിഞ്ഞു പോയതെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇത് ഇടങ്ങഴി ചെടി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഴികളാണ്. ഏകദേശം 17 എണ്ണമുണ്ട്. ഇത് പല അളവാണ്. ഇവിടെ തൊട്ട് വലിയ തൊട്ട് താഴോട്ട്. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്തമായ പേരുകളാണുള്ളത്. ഇത് ശരിക്കും അതിനെനിക്ക് അതുമായിട്ടുള്ള വലിയ ഗ്രാഹ്യമില്ല. എല്ലാം പടികൾ, ചെറിയ പടി, ദില്ലി എന്നൊക്കെ പറയാൻ നമുക്കും അറിയത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. പഴയ കാലത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാൻ ഇത് കറക്റ്റായിട്ടുള്ള പേരുകളൊക്കെ.